എല്ലാവർക്കും പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടുള്ള മറൈൻ വേൾഡിലേക്കാണ്. വണ്ടി പാർക്ക് ചെയ്ത് കുറച്ചു ദൂരം നടന്ന് പ്രധാന കവാടത്തിനടുത്തെത്തി. പ്രധാന കവാടം കിടക്കുമ്പോൾ കുട്ടികൾക്കുള്ള പാർക്കും അതുപോലെ 16D സിനിമാനുഭവം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്ഥലവും ഒക്കെയുണ്ട്. അതിന് പ്രത്യേക ടിക്കറ്റുകൾ എടുക്കേണ്ടി വരും എന്ന് മാത്രം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുത്തു. ഇവിടെ പ്രധാന അക്വേറിയവും അതുപോലെ അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച ഡീപ്പ് വണ്ടേഴ്സ് റൈഡുമാണ് ഉള്ളത്. രണ്ടിനും വേറെ വേറെ ടിക്കറ്റോ അല്ലെങ്കിൽ കോംബോ ആയിട്ടും ടിക്കറ്റുകൾ എടുക്കാവുന്നതാണ്. ഞങ്ങൾ കോംബോ ആണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ടിക്കറ്റുകൾ എടുത്ത് നമ്മൾ ആദ്യം പോകുന്നത് ഡീപ്പ് വണ്ടേഴ്സിലേക്കാണ്. ഈ റൈഡിലേക്ക് കയറുന്ന ഭാഗത്ത് ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. തിരക്കുള്ള സമയമാണെങ്കിൽ നമുക്കിവിടെ 30 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങളുടെ ഊഴമായി. ഞങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലൂടെ പോകുന്ന വാഹനത്തിലേക്ക് കയറി. ഈ യാത്രയിൽ നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ മനുഷ്യനിർമ്മിതമായ 7 അത്ഭുതങ്ങളുടെ മോഡലുകളാണ്. താജ്മഹലും ചൈന വൻമതിലുമൊക്കെ കടലിനടിയിൽ കാണുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകും? ആ അനുഭവമാണ് ഇവിടെ കാണാൻ പോകുന്നത്. 8 മുതൽ 9 പേർക്കാണ് ഒരു റൈഡിൽ കയറാനാവുക. യാത്ര പുറപ്പെടുമ്പോൾ ഇരുട്ടായിരിക്കും. പിന്നെ കാഴ്ചകൾ വന്നു തുടങ്ങും. ആദ്യം കാണുന്നത് ഈജിപ്തിലെ പിരമിഡും സ്ഫിങ്സുമാണ്. ഇവിടെ നമ്മൾ ലോകാത്ഭുതങ്ങളുടെ മോഡലുകൾ മാത്രമല്ല, ധാരാളം വലിയ മീനുകളെയും കാണാൻ കഴിയും. ഈ റൈഡ് ഏകദേശം 8 മിനിറ്റാണുള്ളത്. അതിൽ 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടാകും. അങ്ങനെ ഡീപ്പ് വണ്ടേഴ്സ് റൈഡ് കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്തതായി പോകുന്നത് ഇവിടുത്തെ പ്രധാന അക്വേറിയത്തിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ നേരത്തെ എടുത്ത ടിക്കറ്റുകൾ കാണിച്ച് അകത്ത് കയറി. ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് പല നിറങ്ങളിലുള്ള ടെട്ര മത്സ്യങ്ങളെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ സിലിണ്ടർ അക്വേറിയം കാണാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം സിലിണ്ടർ അക്വേറിയങ്ങൾ ഇവിടെയുണ്ട്. ഈ കാണുന്നത് ഒരു പെട്ടി ഓട്ടോറിക്ഷയിലുള്ള മത്സ്യങ്ങളെയാണ്. ഇവിടെ 300 സ്പീഷീസിൽപ്പെട്ട മത്സ്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് അലാവുദ്ദീന്റെ തീമിലുള്ള ഒരു അക്വേറിയം കാണാം. ഇവിടുത്തെ മിക്ക അക്വേറിയങ്ങളും ഓരോ വ്യത്യസ്ത തീമിനുള്ളവയാണ്. അങ്ങനെ ഈ ഭാഗത്തെ മത്സ്യങ്ങളെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്തതായി പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. അതിലേക്ക് കയറുമ്പോൾ നമ്മൾ നമ്മുടെ ചെരുപ്പുകൾ ഊരി കയ്യിൽ പിടിക്കണം. ശേഷം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിനടിയിൽ അരാപ്പയ്മകളെ കാണാൻ സാധിക്കും. പക്ഷേ ഞങ്ങൾക്ക് അവയെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ വശങ്ങളിലായാണ് കാണാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റായ ഫിഷ് സ്പായിലേക്കാണ്. ഈ ഫിഷ് സ്പായിൽ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളുണ്ട്. ഇരുന്നതിനു ശേഷം മാത്രമേ കാലുകൾ വെള്ളത്തിൽ വെക്കാൻ പാടൂ. അതുപോലെ കൈകൾ കൊണ്ട് വെള്ളത്തിൽ തൊടുവാനോ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാനോ പാടുള്ളതല്ല. പിന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവരും ഹൃദയ സംബന്ധമായി മരുന്ന് കഴിക്കുന്നവരും ഫിഷ് സ്പാ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കാലുകളിൽ കൊത്തുന്നത് ഡോക്ടർ ഫിഷ് എന്നറിയപ്പെടുന്ന ഗാരാറൂഫ മത്സ്യങ്ങളാണ്. ഫിഷ് സ്പായ്ക്ക് മുകളിലായും ധാരാളം അക്വേറിയങ്ങളുണ്ട്. ഇവിടെ ഒരു പ്രത്യേക അക്വേറിയം ഉണ്ട്. ഈ അക്വേറിയത്തിന്റെ ഉള്ളിൽ കടന്നു നിന്ന് നമുക്ക് അക്വേറിയം ആസ്വദിക്കാം. ഇതാണ് ഈ അക്വേറിയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച. ഇവിടെ ഒരു മത്സ്യകന്യകയുടെ ഫോട്ടോ പോയിന്റും ധാരാളം അക്വേറിയങ്ങളും കണ്ടുപോകുന്നത് ഇതുവരെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് മഞ്ഞിലെ ജീവികളുടെ മോഡലുകളെ ഉണ്ടാക്കി വെച്ചതായി കാണാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഫോട്ടോ എടുത്ത് അത് പ്രിന്റ് എടുക്കാനുള്ള സൗകര്യം കൂടിയുണ്ട് ഇവിടെ.
ഈ കുളത്തിൽ തിരണ്ടി അടക്കം മറ്റു ധാരാളം മത്സ്യങ്ങളെയും കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഷാർക്കിന്റെ വായയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന തരത്തിലാണ് ഈ ഒരു എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടുത്ത് റെയിൻ ഫോറസ്റ്റ് എന്ന് തൂക്കിയിരിക്കുന്ന ഒരു ബോർഡ് കാണാം. അതിലൂടെ നടക്കുമ്പോൾ ആദ്യമേ കാണാൻ സാധിക്കുന്നത് ചെഞ്ചീവിയ നാമങ്ങളെയാണ്. പിന്നീട് ഡിനോസറുകളുടെ ഫോസിൽ മോഡലുകളും ഇവിടെ ശില്പങ്ങളായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതും കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് നടന്നു ചെല്ലുന്നത് ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്തിലേക്കാണ്. തിങ്ങി നിറഞ്ഞ മരങ്ങളുടെ ഇടയിൽ കൂടി നടന്നു ചെല്ലുമ്പോൾ ഒരു വലിയ കുളം കാണാൻ കഴിയും. ഞട്ടർ മത്സ്യങ്ങളും കുറച്ച് അരാപ്പയ്മകളുമാണ് കാണാനുള്ളത്. ഈ കുളത്തിനപ്പുറത്ത് കടുവയുടെയും മാനിന്റെയും എല്ലാം ശില്പങ്ങളും കാണാം. അതെല്ലാം കഴിഞ്ഞ് താഴേക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ധാരാളം ഫൈറ്റർ മത്സ്യങ്ങളെ കാണാം. ഇവിടെ തന്നെ നമുക്ക് കുറച്ച് സ്റ്റാർ ഫിഷുകളെയും കാണാൻ കഴിയും. അത് കഴിഞ്ഞ് അടുത്ത ഭാഗത്തേക്ക്. ഇവിടെ നമുക്ക് നേരത്തെ റെയിൻ ഫോറസ്റ്റിൽ കണ്ട മീനുകളെ കുറച്ചുകൂടി അടുത്തായി കാണാം. ഈ കാണുന്നത് ഒരു ആറ്റുകൊഞ്ചാണ്. ഈ കാണുന്നതാണ് കണ്ടെത്താൻ ഇത്തിരി പാടുപെടുന്ന സ്റ്റോൺ ഫിഷ്. പേര് പോലെ തന്നെ കല്ല് പോലെ ഇരിക്കുന്നതാണ് ഈ മീനിന്റെ പ്രത്യേകത. ഈ കാണുന്ന ജീവിയെ കണ്ടോ? ഇതിന്റെ പേരാണ് ആക്സലോട്ടിൽ. ഇതൊരു മീനല്ല, മറിച്ച് തവളകളെയും സാലമാൻഡറുകളും ഒക്കെ പോലെ ഉഭയജീവി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ്. ഇതിന്റെ കയ്യോ കാലോ മുറിഞ്ഞു പോയാലും അത് വീണ്ടും വളരും. അടുത്തത് കാണുന്നത് സ്രാവുകളാണ്. നല്ല വലിപ്പമുള്ള സ്രാവുകളാണിത്. ഇവിടെ ഏകദേശം 3 ലക്ഷത്തിലധികം മീനുകൾ ഉള്ളതിനാൽ അത് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ പരിമിതി ഉള്ളത് കൊണ്ട് എല്ലാ മത്സ്യങ്ങളെയും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനാൽ ഈ മായാജാലം നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് ആസ്വദിക്കേണ്ടതാണ്. ഇവിടെ വരുന്നവർ വേഗം വന്ന് കണ്ടുപോകുന്നതിനേക്കാൾ ഓരോ അക്വേറിയവും സമയമെടുത്ത് കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അടുത്തത് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടത്തെ മറ്റൊരു ഹൈലൈറ്റ് ആയ അണ്ടർ വാട്ടർ ടണലിലേക്കാണ്. ഇത് ഏറ്റവും ആകർഷണീയമായ സ്ഥലമായതുകൊണ്ട് ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയും വശങ്ങളിലൂടെയും മീനുകൾ പോകുന്ന കാണാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞ് കുറച്ച് മത്സ്യങ്ങളെയും കൂടി കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ അടുത്ത ആക്ടിവിറ്റി ആയിട്ടുള്ള ഫിഷ് ഫീഡിങ്ങിലേക്കാണ്. ഇവിടെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് കോഴികാർപ്പുകളെയാണ്. ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കൈ വൃത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ATV റൈഡും കൂടി ഉണ്ട്. അതും കൂടി എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. മറൈൻ ഡ്രൈവിലേക്ക് വരുന്നവർ ഇവിടുന്ന് 200 മുതൽ 400 മീറ്റർ അകലെയുള്ള തിരക്ക് കുറഞ്ഞ മനോഹരമായ പഞ്ചവടി ബീച്ചിലേക്കും പോകാവുന്നതാണ്. പ്രകൃതിദത്ത കടലോരവും കടലിലെ കുളിയുമെല്ലാം ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.